ഇന്ന് ഞാൻ പാൽക്കപ്പ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ കുറേ ദിവസമായി പാൽക്കപ്പ ഇങ്ങനെ വീഡിയോസിലൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കണമെന്ന് എപ്പോഴും വിചാരിക്കും. അപ്പോൾ ഞാനിതാ പാലും തേങ്ങാപ്പാലും അതേപോലെ ഇഞ്ചിയല്ല ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും പച്ചമുളകും കരിവേപ്പിലയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചതച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു ചട്ടിയിൽ ഒഴിച്ചിട്ട് കടുകും കരിവേപ്പിലയൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ കപ്പ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ അരപ്പ് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു പച്ചമണമൊക്കെ മാറി വരണം കേട്ടോ. അപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരപ്പും കപ്പയും കൂടി നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഉപ്പും എരിവൊക്കെ പാകമാണെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. പെട്ടെന്ന് തീരും. നല്ല സ്വാദാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എത്രയോ വട്ടായി ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിക്കും. ഫസ്റ്റായിട്ട് ഉണ്ടാക്കുകയാണ്, എന്നാലും ഫ്ലോപ്പായിട്ടൊന്നുമില്ല. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. 4 മണിക്കും 10 മണിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാം, ലഞ്ചിനുണ്ടാക്കാം. കപ്പ ഇഷ്ടമല്ലാത്തവർ വരെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടേസ്റ്റിലുള്ളൊരു സംഭവമാണ് കേട്ടത്. ഞാൻ വിചാരിച്ചിട്ടില്ല എത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.